ഇന്ന് നൈനിക്കുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് അവൾ ഉച്ചയാകുമ്പോഴേക്കിനും വരും കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ കേവിലൊന്നും എക്സാം ഇല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ഫൈനൽ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ നൈനിക്കുട്ടി വരുമ്പോഴേക്കിനും എന്തെങ്കിലും വേഗം ഉണ്ടാക്കി വെക്കാം കേട്ടോ. വിശന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ കുമ്പളങ്ങ മോരുകറിയാണ് കേട്ടോ. ഞാൻ നിറയെ കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്. ഇവിടെ പിള്ളേർക്കും എനിക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കുമ്പളങ്ങ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കുമ്പളങ്ങ ഇട്ടിട്ട് ആണ് മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ മോരുകറി ഉണ്ടെങ്കിൽ ആ ദിവസം എല്ലാവരും വയറ് നിറയെ ചോറുണ്ണു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ തോരനായിട്ട് ഞാൻ കടല ഉപ്പേരിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ 3:30 ആയപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നൈക്കുട്ടീനെ പല്ല് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടിയിരുന്നു കേട്ടോ. അവൾക്ക് പല്ല് വേദനയാണ് ചെറുതായിട്ടും. അപ്പോൾ ഇത് 2ാമത്തെ വട്ടം ആ ഡോക്ടറെ അടുത്ത് പോകണം കേട്ടോ. നല്ല ഡോക്ടറാണ്. ആ ഡോക്ടർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അത്രേ. അവർക്ക് ആ ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ലുങ്കി അത്രയും. നമ്മൾ വെള്ളത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ എത്ര വേണമെങ്കിലും അത് പൊക്കി പിടിക്കുക അത്രേ. ആ ഡോക്ടർ പറയുക. അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കേട്ടോ. നല്ല ഡോക്ടറായിരുന്നു. അപ്പോൾ ശരി, ടാറ്റാ.